ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ചൈനയിൽ മിഷണറിമാരായി പ്രവർത്തിക്കുകയായിരുന്നു ജോനാഥാൻ ഗോഫർത്തും ഭാര്യ റോസാലിൻഡും. പ്രവർത്തനത്തിനിടയ്ക്ക് അവർക്ക് പകർച്ചവ്യാധിയാൽ 5 മക്കളെയും നഷ്ടമായി. കൂടാതെ ഗോഫോർത്തിനും ഭാര്യയ്ക്കും മിക്കപ്പോഴും അസുഖം നേരിട്ടു. 1900-ലെ ബോക്സർ വിപ്ലവകാലത്ത് ജീവനും കൊണ്ട് 1000 മൈലോളം ഓടേണ്ടി വന്നു. എന്നാൽ ഈ വെല്ലുവിളികളൊന്നും സുവിശേഷ വേലയിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചില്ല. സുവിശേഷീകരണത്തിൽ ബദ്ധശ്രദ്ധനായിരുന്ന ഗോഫർത്തിന് കുടുംബക്കാര്യം നോക്കുവാൻ പലപ്പോഴും സാധിച്ചില്ല. 1908-ൽ റോസാലിൻഡിനും 2 മക്കൾക്കും കാനഡയിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. യാത്ര പുറപ്പെടുന്നതിന് മുമ്പായി റോസാലിൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ കാനഡയിൽ വെച്ച് മാരക രോഗിയായി മാറിയാൽ അങ്ങനെ കാണാൻ വരുമോ? ഗോഫർത്ത് ഒരു നിമിഷം ആലോചിച്ചു. അതിനുശേഷം ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിലേർപ്പെട്ടെന്ന് കരുതുക. വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന സ്ഥാനത്ത് ഞാൻ അന്തിമ പോരാട്ടത്തിലാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ രോഗിയായി ഗുരുതരാവസ്ഥയിലാണെങ്കിലും എനിക്ക് നിന്നെ ശുശ്രൂഷിക്കുവാനുള്ള അനുമതി ലഭിക്കുമോ? ഒരിക്കലും അനുമതി ലഭിക്കുകയില്ലെന്ന് റോസാലിൻഡ് സമ്മതിച്ചു. അവർ ഇരുവരും കർത്തൃശുശ്രൂഷയ്ക്കായുള്ള സമർപ്പണം ഒരിക്കൽ കൂടെ പുതുക്കി. 74 വയസ്സോളം ചൈനയിൽ ത്യാഗനിർഭരമായ സുവിശേഷ വേല ചെയ്യാനായി ജോനാഥാൻ ഗോഫർത്തിന് തണലേകുന്നതിൽ ഭാര്യ റോസാലിൻഡിന് വലിയ പങ്കുണ്ടായിരുന്നു. യേശു കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ പൗലോസ് അപ്പോസ്തലനെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടു. തൻ്റെ സ്നേഹിതരും സഹായികളും എല്ലാം തന്നെ അദ്ദേഹത്തെ മറന്നുപോയി. 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്നറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമഗനേസും ആ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു. 4-ാം അധ്യായം 16-ാം വാക്യം, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. തൻ്റെ മരണം വളരെ ആസന്നമായിരിക്കുന്നു എന്നറിഞ്ഞ പൗലോസ് പരിതാപകരമായും നിരാശാജനകവുമായ സാഹചര്യത്തിന് നടുവിലും അധൈര്യപ്പെടുകയോ ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ പരാജയപ്പെടുകയോ ചെയ്തില്ല. തനിക്ക് ക്രിസ്തുവിലുള്ള പ്രത്യാശയും ആശ്രയത്വവും തിമോഥെയോസിനോട് പറയുകയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അവനെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനെ മുഖാമുഖം കണ്ട പൗലോസിൻ്റെ മുൻകാലം ആർഭാടപൂർണമായിരുന്നു. നാടിനെ കിടുകിട വിറപ്പിച്ച കായിക ബലവും ആൾബലവുമുള്ളവൻ. കർത്താവിൻ്റെ ശുശ്രൂഷക്കാരനായതോടെ ജീവിതത്തിൽ അനുഭവിച്ച യാതനകൾ അനവധിയാണ്. ജഡത്തിൽ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തോ മാരകമായ രോഗം തന്നെ ഉണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും പച്ചവെള്ളം പോലും ലഭിക്കാതെ പട്ടിണി കിടന്ന അനുഭവം അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ ആയതിനെക്കുറിച്ച് പരിഭവപ്പെടുകയോ പരാതിപ്പെടുകയോ പിറുപിറുക്കുകയോ ഒന്നും പൗലോസ് ചെയ്തില്ല. കർത്താവിൻ്റെ വേലക്കാർ അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടും പഴിയും ദുഷിയും ഒറ്റപ്പെടുത്തലുകളുമെല്ലാം ശുശ്രൂഷയുടെ മഹത്വത്തിൻ്റെ മാറ്റുകൂട്ടുന്ന അനുഭവങ്ങളാണ്. ദൈവവേലക്കാർ ഇന്ന് അനുഭവിക്കുന്ന ത്യാഗങ്ങൾക്ക് ദൈവം ഒരിക്കലും കടക്കാരനല്ല. ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ കർത്താവ് അവർക്ക് 10 മടങ്ങ് പ്രതിഫലം നൽകുകയും തലമുറകളെ അനുഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ ചെയ്യുന്ന ശുശ്രൂഷകൾ സത്യസന്ധമായും ആത്മാർത്ഥമായും ആയിരിക്കണം. വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നും വഴിയിൽ തള്ളിക്കളയുന്നവനല്ലെന്നുമുള്ള ഉത്തമ വിശ്വാസത്തോടെ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവം മാനിക്കും. ദൈവവേലയ്ക്കെതിരെയോ ദൈവവേലക്കാർക്കെതിരെയോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് അപ്പോസ്തല ശ്രേഷ്ഠനായ പൗലോസ് നമുക്ക് നൽകുന്നത്. പൗലോസിനെ പോലെ എരിവോടും തീഷ്ണതയോടും സമർപ്പണത്തോടും കൂടെ ശുശ്രൂഷ ചെയ്താൽ നഷ്ടപ്പെടുന്ന അനേകം ആത്മാക്കളെ കർത്താവിലേക്ക് നേടുവാൻ നമുക്കും സാധിക്കും. ഈ രാവിലത്തെ ധ്യാനം നമ്മെ അതിന് ബലപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പ്രഭാതത്തിൽ നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. വ്യത്യസ്ത നിയോഗങ്ങൾ നൽകി അങ്ങയുടെ ശുശ്രൂഷക്കാരാകുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തിനായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ വേലയ്ക്കായി ഞങ്ങൾ അനുഭവിക്കുന്ന ത്യാഗപൂർണമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പൗലോസ് അപ്പോസ്തലനെ പോലെ എരിവോടുകൂടെ അങ്ങേ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.